ഗൈസ് എല്ലാവർക്കും ഈ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈഡ് ആൻഡ് സീക്കിന്റെ പാർട്ട് 2 ആണ് ഇടാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ക്യാമറ കാണാം. അപ്പൊ നമ്മളെ എണ്ണം വന്ന് അശ്വിനാണ്. വേണ്ടിക്കോ വേണ്ടിക്കോ ഒന്ന് നോക്കട്ടെ. 1 2 3 4 5 50 വേണ്ടിക്കോണേ. നമ്മളെ പുതിയ സ്ഥലത്തറ എല്ലാരും പല സ്ഥലത്ത് ഓടിക്കോ. എല്ലാരും പല സ്ഥലത്ത് ഓടിച്ചോണം. ഇപ്പഴാ പറയുക അല്ല കൂട്ടത്തോടെ എങ്ങനെ വിളിക്കാം. ഓക്കെ ബൈ, നമുക്ക് പോവാം. എന്തൊക്കെയോ ഓക്കെ നമുക്ക് പോകണേ. ഈ വട്ടം നമ്മളെ മൊബൈലിൽ നിന്ന് ഷേക്ക് ചെയ്യാതെ പോകണേ. ഈ കയറ് അച്ഛൻ കൊണ്ടുവന്ന് എന്നെ വഴക്ക് പറയും. അവനി പെണ്ണു അടി ഇവിടെ എപ്പോഴെപ്പോഴും പണിപ്പാ നമ്മള് പോകട്ടോടെ. അപ്പൊ കഴിച്ച് നമ്മളാണ്ട ഇവിടെ പോണ്ട നമ്മളാണ്ട് പോണേ. അപ്പൊ കഴിച്ച് നമ്മളാണ്ട് ഇവിടെ പോണ്ടേ. നമ്മളാണ്ട് ഇവിടെ കാണാം. അതിനിപ്പോ അതിന് അതുകൊണ്ട് അപ്പുറത്തായിട്ടുണ്ടേ. ഓക്കെ ഓക്കെ കഴിച്ച് നമ്മളാണ്ട് അവിടെ നിൽപ്പുണ്ടേ. അപ്പോൾ കേസ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുവാണേ. നമുക്ക് പഴയ സ്ഥലത്ത് തന്നെ പോകുമ്പോ മണ്ടയ്ക്കോട്ട് പോകും. ഞങ്ങൾ മണ്ടയിൽ വിളിക്കും. അപ്പം ആരെങ്കിലും ഒരാൾ സാറ്റടിക്കാവോ? ഞാൻ എനിക്ക് സമയം കിട്ടില്ല. ഒന്നര എണ്ണിക്കളാം. ഓക്കെ ഗൈസ് എല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ ഇങ്ങോട്ട് ഉരുട്ട്. ആ ഓക്കെ എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ എണ്ണ ഗൈസ് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിനക്ക് ആ മൊബൈൽ വരും. നീ വീഡിയോ റെക്കോർഡാക്കി ഷേക്ക് ചെയ്താൽ ഓടണം. ഓക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. നമ്മൾ പോവാണേ. എടാ കുട്ടു കുട്ടു കുട്ടു. ഓക്കെ ഗൈസ് ആണെങ്കിൽ അതുകൊണ്ട് അവിടെ വന്ന് നമ്മളെ കാണും. പക്ഷെ നമ്മൾ പിടികൊടുക്കും. അവിടെ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അവിടാണ് എണ്ണുന്നത് അവിടെ. പക്ഷെ അവനെന്ത് ചെയ്യുന്നു നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ നമ്മളെ കാണാം. ഓക്കെ ഗൈസ് എല്ലാവരും ഇവിടെ നിൽക്കുവാണേ. പറയടാ. ഓക്കെ ഗൈസ് അവന് മൊബൈൽ എടുത്തിട്ട് അവൻ ചുമ്മാ നടക്കും കേട്ടോ. അവൻ നിന്റെ മൊബൈൽ വരുമ്പോൾ നീ എന്ത് സംസാരിക്കണം. ഓക്കെ അങ്ങോട്ട് പോകാം. നമ്മൾ ഓടുവാണ്. എന്നെ കണ്ടുപിടിച്ച് ഞാൻ മര്യാദക്ക് നല്ല ഒന്നാം തരം വീഡിയോ എടുത്തു. പണ്ടേ ഞാനൊരു വായ ഗുണം പിടിക്കാത്തൊരു മോന. പണ്ടേ ഞാനൊരു വായ. കൈസ് അവനെ പിടിച്ചു തോന്നുന്നുണ്ടോ? അവിടെ കിടക്കുന്ന പാമ്പനുണ്ട്. ഇങ്ങനെ എണ്ണിച്ചു വാ. കൈസ് കൊണ്ട് അവിടെ എപ്പോൾ ഉണ്ട് കേട്ടോ. അവൻ എവിടെയും കാണും. നമുക്കിവിടെ നശടാ പാമ്പനും കാണും. പോവാം. അപ്പോൾ കൈസ് നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണം. കുട്ടീനെ കണ്ടിട്ടോ? കുട്ടീനെ കണ്ടത് പക്ഷേ അങ്ങോട്ട് സാധിക്കുന്നത് വേദനിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങോട്ട് കയറിപ്പോവാം. എങ്ങോട്ടേലും പോവാന്ന് പറഞ്ഞില്ലയോ? അപ്പോൾ കൈസ് നമ്മൾ പോവാം. കുട്ടീനെ കണ്ട് കുട്ടീനെ കണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എന്നെ അങ്ങനെ കണ്ടുപിടിച്ച് സാറ്റടിക്കാൻ പോകുന്നു. എൻ്റെ പേര് പറഞ്ഞ് സാറ്റടിക്കണേ, ഞാൻ സാറ്റടിക്കും.
എൻ്റെ പേര് ഞാൻ പറയത്തില്ല. എൻ്റെ പേരും അങ്ങനെ അവൻ കണ്ടുപിടിച്ചിരിക്കും. എൻ്റെ പേര് അവൻ കണ്ടുപിടിച്ച് നമ്മൾക്ക് എന്ത് അവന്മാരെന്ത് കണ്ടുപിടിക്കാൻ നെഞ്ചുവേദന ഇപ്പോഴേ. അവൻ്റെ ശ്രദ്ധ തിരിക്കണം. ഒരു മണ്ടിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് എങ്ങനെയൊരു സിഗ്നൽ കൊടുക്കണം. നിങ്ങൾ ആരെവിടെയെല്ലാം കാണുന്നുണ്ടോ? അവിടെ ഇരിക്കുന്ന അവനൊന്ന് വിളിച്ചെങ്കിൽ നല്ലായിരുന്നു ഇല്ലയോ? വിളിക്കട്ടെ. അപ്പോൾ കേസ് അവനെ വിളിക്കുന്ന കാണാതെ കേസ് നമ്മളെ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നീ നേരെ എൻ്റെ എടുക്കാം. ഞാൻ അപ്പോൾ കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ കോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ ഇരിക്കണം. നമ്മൾ കൈയൊക്കെ ഇട്ട് മറിച്ച് വെച്ചിരിക്കുന്നത്. അത് അവൻ എടുക്കുകയാണെങ്കിൽ അവൻ എനിക്ക് കാണത്തില്ല. അപ്പോൾ ഗൈസ് അവൻ അവിടെ വൈഫൈ ഓണല്ല. ഒരു ഫോൺ മാത്രമേ ഉള്ളൂ സിം ഉള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നീ നേരെ നമ്മൾ സാധാ കോൾ വിളിച്ച് അമ്മച്ചിയെ വിളിക്കണം. അമ്മച്ചിയെ വിളിച്ചിട്ട് വേണ്ട ഗൈസ്. നമ്മൾ അമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ സാധാ മൊബൈലാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി ഒന്നും എടുക്കുന്നുമില്ല. അപ്പോൾ കേസാണ് അമ്മച്ചി എടുത്തിട്ടുണ്ട്. അമ്മച്ചി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ പക്ഷേ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കുമെന്ന്. നമ്മൾ ആ സമയത്ത് വീഡിയോ എടുത്തപ്പം കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ മൈക്ക് ഓണല്ലായിരുന്നു. സോറി കേസ്, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഡബ്ബിങ് കാണിച്ചിരുന്നത്. അമ്മച്ചി പറയുന്ന ചായ കുടിക്കാനും വരാനുമാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാനും പിന്നെ വൈഫൈ ഓണാക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ ഒന്നും ഇല്ല. അവൻ അങ്ങോട്ട് തപ്പാൻ പോവാണേ. പക്ഷെ അവന്മാർ അവിടെ അല്ല. അപ്പം എന്തായാലും അവന്മാരവിടെ ഇല്ല. അവന്മാരെ കണ്ടില്ല. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ രണ്ടുപേരും നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാത്രം വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നു വന്നപ്പോൾ എന്നെ കണ്ട്. അവിടെ ഒന്നും ഇല്ല. അവന്മാരപ്പോഴേ പോയി. അവന്മാരപ്പോഴേ അവിടുന്ന് വന്നു. ഇനി എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ ആയിരുന്നു. എൻ്റെ അടുത്ത് അവിടെ ആയിരുന്നു വിളിച്ചതാണ്ട് ആ ഭാഗത്ത്. ശിവൻ വന്നപ്പോൾ അവന്മാരെല്ലാം അങ്ങ് പോയി. അവന്മാർ രണ്ടും പോയി. ഞാൻ എന്ത് പറയാനാ, ഞാൻ മാത്രം എന്ത് ചെയ്യണം. അവന്മാരെ കാണുന്നില്ല. പറയാനും അവന്മാരിവിടെ അല്ലാണ്ട് നമുക്കും കൂടെ അവന്മാരൊന്ന് തപ്പാം. കിട്ടിയാലോ. അവന്മാരെന്ത് ഇവന്മാർ സ്ഥിരം ഒളിക്കുന്നിടത്ത് തന്നെ പിന്നെയും ഒളിക്കുന്ന സ്ഥിരം ഒളിക്കുന്നിടത്ത്. അപ്പോൾ കണ്ടുപിടിക്കാൻ സിമ്പിളല്ലേ. സ്ഥിരം ഒളിക്കുന്നിടത്ത് വീണ്ടും ഒളിച്ചാൽ. അപ്പം എന്നെ പിടി തന്നിട്ടുണ്ട് എനിക്ക്. ഞങ്ങൾ ഇന്നലെ കളിച്ചപ്പം ഞങ്ങൾ അവിടെയാണ് ഒളിച്ചിരുന്നത്. അവിടെ ആ JCBയുടെ അവിടെയും ഈ വീടിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഒളിച്ചിരുന്നത്. പക്ഷേ ഗായ്സ്, ഇപ്പം അവന്മാർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇവന്മാർ ഒളിച്ചെടുത്ത് തന്നെ ഒളിക്കുന്ന ഭയങ്കര പണിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഒളിച്ചെടുത്ത് തന്നെ ഇങ്ങനെ വീണ്ടും ഒളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിടിക്കാൻ സിമ്പിളല്ലേ. അപ്പോൾ അവർക്കറിയാമല്ലോ എവിടെ ഒളിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് ഇവന്മാരെവിടെ പോയി കിടക്കണമെന്ന് സാറ്റടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ മണ്ടയിലോട്ട് കയറുക. അവിടെ വല്ലതും ഉണ്ടോ? അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ഡബ്ബിങ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഇപ്പം വാട്സപ്പ് കോൾ വിളിച്ചേക്കുവാണ്. അമ്മച്ചോടെ നെറ്റ് ഓൺ ആക്കിയുണ്ട്. അവനെ ഇപ്പം അങ്ങോട്ട് വിളിച്ചായിരുന്നു. അവനോട് സ്ക്രീൻ റെക്കോർഡ് അവൻ ഓൺ ആക്കിയില്ല. ഓക്കെ, എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ വീഡിയോ കോൾ ചെയ്യുവാണ്. ഞാൻ അതായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ച് മറയ്ക്കാനുള്ള കാരണം അവൻ അവിടെ സൈഡിൽ നിൽപ്പുണ്ടെങ്കിൽ ഞങ്ങളെ കാണും. അപ്പോൾ അവൻ ഞങ്ങൾ അയ്യത്തുണ്ടെന്നറിയാം. അതാണ് വേറൊരു കാര്യം.
ഓക്കെ ഗൈസ്, അവനിപ്പോൾ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. അവൻ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അവൻ ചായ കുടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അവനോടെ ഞങ്ങൾ ട്രിപ്പ് ഓഫാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ സൗണ്ടൊക്കെ കുറച്ച് കാണാം. അപ്പോൾ ഗൈസ് വേണ്ട അവൻ പുറത്തോട്ട് പിന്നെ ഇറങ്ങി. ഓക്കെ, അവൻ മൊബൈൽ തിരിച്ചും മറിച്ചും ഒക്കെ ഗൈസ് അവൻ പിടിക്കുന്ന മൊബൈൽ അതുകൊണ്ടാണ് അവൻ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. ഇവനകത്ത് തന്നെ കയറി നിൽക്കുക, പുറത്തിറങ്ങി പോടാ. അത്ര ഗൈസ് ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ ഡബ് ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് അത്രയായിട്ടും ഞാൻ പിന്നെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ അങ്ങ് സൈഡിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഇവിടെ വീടൊക്കെ കാണിക്കുന്നു. എടാ അവൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ആണ് നമ്മൾ അവനെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കട്ട് ചെയ്യുവാണ്. വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുവാണ്, അങ്ങോട്ട് ഇവിടെ നിൽക്കുകയാണ്. അവനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വിളിക്കാൻ. വൈഫൈ ഓണേ വരണമെങ്കിൽ കുറച്ച് താമസം എടുക്കും. അത് വൈഫൈ ഉണ്ട്. ഓക്കെ, അറിയത്തില്ല ഗൈസ് എന്തോ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേർത്ത് കുളിച്ച് എൻ്റെ നല്ല ഇതുണ്ട്, എൻ്റെ സെറ്റാണ്. നമുക്ക് ഇവിടുന്ന് പോവാം. അവിടെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. എന്താ അവനവിടെ ഇരിപ്പുണ്ട്, കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ആണ്ട് അവൻ പിന്നെയും വിളിച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ച്. ഓക്കെ, അവൻ എന്താണ്ടൊക്കെ പറയുന്നതിന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മളതൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ. കുറച്ചൊക്കെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവൻ വീഡിയോ ഒക്കെ പോസ്റ്റായ കേട്ടോ. അവൻ എന്നാ നോക്കിയിട്ട് നമുക്ക് സാറ്റടിച്ചു പോലില്ലോ. അവൻ സിറ്റോട് ഇപ്പോൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. അവൻ വെച്ചേക്കുവാ. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ വേണ്ട എന്നെ കണ്ടില്ലെന്ന്. എത്ര നോക്കിയിട്ട് പോലും എന്നെ കണ്ടില്ല ഗൈസ്. എനിക്കറിയത്തില്ല കണ്ടില്ലെന്ന്. അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അറിയാൻ പറ്റത്തില്ല. നോക്കാം. ഇപ്പോൾ അവിടെ വീണ് അവിടെ ഇപ്പോൾ വീണേ. രണ്ടാമത്തെ വീഴ്ചയ്ക്കായിരുന്നു. അവൻ വരുന്നു, കുട്ടി വരുന്നുണ്ടേ. അവനിപ്പോൾ ഇങ്ങോട്ട് വരും. നമ്മുടെ ക്രിസ്റ്റീനെ അഭിജിത്തിനെയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. അവന്മാർ ഇവിടെ വല്ലതും ഉണ്ടോ അതോ ഇല്ലേ ഒന്ന്. നമ്മൾ സേവ് ആകണേ. ഫുള്ളും കാട് ഗൈസ്, കാട്ടിൽ കൂടെയാണ് നടക്കുന്നത്. അവന്മാർ ഇവിടെ നിന്നോ കൈ കൊട്ടി വിളിക്കുന്നുണ്ട് ഗൈസ്. അവന്മാരെ നമ്മൾ കാണുന്നില്ല. ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആവാം അതാ അവിടെ അവന്മാരെ നിൽപ്പുണ്ട്. ഞാനിങ്ങനെ പറയുന്നതൊക്കെ ഉള്ളൂ. അവന്മാരവിടെ അതാണ്ട് അഭിജിത്ത്. നമ്മൾ വേഗം ഒന്ന് സാറ്റടിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് വേഗം വാടാ. അവിടെ നിന്നോ. അവന്മാർ അവിടെ ഇരിപ്പുണ്ട്. അവന്മാരവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അശ്വിൻ കണ്ടില്ല കൈസ്. അവന്മാരെ കണ്ടോ, കറക്റ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്ത് കൈസ് കൊണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കാൻ സാധ്യത കൂടുതലാണ്. അറിയത്തില്ല, കുട്ടു അങ്ങോട്ട് പോകും. എങ്ങനെയാണ് എനിക്ക് സാറ്റിടിച്ചാൽ പറ്റും. അഭിജിത്ത് ഇങ്ങോട്ട് വാ. എന്താ പറയുന്നത്? അപ്പടെ നോക്കിയിട്ട് വാ. അവൻ കാപ്പോട്ട് പോയി.
താഴെ പോട്ട്. എടാ അവനിപ്പോൾ താഴെ നിൽപ്പുണ്ടെന്ന്. ബാ ഇവിടുന്ന് അവിടെ നിന്ന് കാണാൻ പറ്റും. കുഞ്ഞു ഞാൻ ഞാൻ വഴി തിരിച്ചു വിടുന്നുണ്ട്, പക്ഷെ അവൻ വഴി തിരിയുന്നില്ല. ഞാൻ മാറി ചുമ്മാ അവനെ കാണിക്കുന്നുണ്ട്. ഞാൻ പല കോക്കറികളും ആരും കാണുന്നില്ല. നമ്മൾ അവന്മാരെ കാണുന്നില്ല. എവിടെ പോയി കാണും അവന്മാർ? ഇതുവരെ കണ്ടുപിടിച്ചില്ലേടാ അശ്വിനെ? അവിടെ ഒന്നും ഇല്ലേ? ആ വേഗം പോയി നോക്ക്, എങ്ങനെയും ഒക്കെ കണ്ടുപിടിക്ക്. ഇപ്പോൾ അടുത്ത കളി ചുമ്മാ പോവാ. കളി ചുമ്മാ പോവാന്നുണ്ട്. അടുത്ത ഞാനാ ഇവന്മാർ അവിടെ ഇരിക്കുവാണ്. എടാ 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 വരുന്നുണ്ട് അവിടെ നിന്നു. ഞാൻ അവന്മാരെ കാണിക്കുന്ന കാശ്യം ഞാൻ പോയി. എന്നെ തന്നെ ഇങ്ങനെ നോക്കട്ടെ. സാറ്റടിക്കുവാ. ഫൈനലി ഗൈസ് ഇവന്മാരോട് ഞാൻ വരാൻ പറഞ്ഞു. ഇവന്മാർ എന്തുവാ കാണിക്കുന്നേ? അശ്വിൻ അങ്ങോട്ട് പോയി. അശ്വിൻ അവിടാണ്. ഇവന്മാർ വരാൻ പറഞ്ഞു. അവന്മാർ പോയി. ഒന്ന് വേഗം വാ, നീ സോട്ടടിക്ക് വേഗം. ക്രിസ്റ്റി വരാൻ പറഞ്ഞു കേട്ടോ. ക്രിസ്റ്റി ഈ അറിയത്തില്ല കേട്ടോ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്തോ നടക്കുവാണ്. ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് അപ്പുറത്തോട്ട് പോയി. ആ ഇതിന് അങ്ങോട്ടാണ് വരുന്നുണ്ട്. ഇങ്ങോട്ടാ വരുന്നേ. ഇങ്ങോട്ട് വരട്ടെ. ക്രിസ്റ്റി സാറ്റടിച്ച് ഫൈനലി ഞാൻ രക്ഷപ്പെട്ടു. അഭിജിത്തിനെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ കേസ് എങ്ങനെ ഓടി വന്ന് എടേ ഞാൻ അവിടെ നിന്ന് ക്ലിപ്പ് കിട്ടിയോ? കേസ് അവൻ്റെ ക്ലിപ്പുണ്ട്. ഞാൻ വീട്ടിൽ പോസ്റ്റായിരുന്നു. ഞാൻ ചായ കുടിക്കാൻ പോവാ. ചായ കുടിച്ച് അടുത്ത കളി ഗൈസ്. അപ്പം വേണ്ടേ നമ്മളെല്ലാവരും അടുത്ത് ഇവൻ തന്നെയാണ്. ഞാൻ ഓടി വന്ന് സാറ്റടിച്ച് അവൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഈ വീഡിയോയിൽ എന്താവുമെന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഫുൾ ലെന്തുള്ള ഈ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ലെന്ത് കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പം ഇപ്പോൾ കുറേ 20 സെക്കൻഡിലുമായി കാണും. അപ്പോൾ കുറേ വീഡിയോ എടുത്ത് നമ്മൾ ഈ അടുത്ത പാർട്ട് 2 അടുത്ത വീഡിയോ വരുന്നത്, അടുത്ത കളിയുടെ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ സീസൺ 1 ആട്ടോ ഇത്. സീസൺ 2 ഒക്കെ പിന്നെ വരും. ഓക്കെ, ഇതൊരു സീസൺ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ കാണുന്നേക്കും ഈസ്മി ക്രിസ്ത്യൻസ്. ഗുഡ് ബൈ.